നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡേറ്റ്സ് വെച്ച് ഒരു ബർഫിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കിലോ ഡേറ്റ്സ് എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിന്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ 200 ഗ്രാം പീനട്ട്സ് എടുത്ത് ചെറിയ ചെറിയ പീസാക്കി വെച്ചേക്കുകയാണ്. ഒരു 5 സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യ് വേണം, പിന്നെ ഏലക്കാപ്പൊടി. ഇത്രയും സാധനം കൊണ്ട് ഒരു ബർഫി തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് പാൻ വെച്ച് അതിലോട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 സ്പൂൺ തേങ്ങ, ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. നമ്മളിത് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ വെള്ളമയം ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം നമുക്ക്. സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പീനട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് സോഫ്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഏലക്കാപ്പൊടിയും കൂടെ ഇതിലോട്ട് ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ ഇട്ടേക്കും. വളരെ ചെറിയ സ്പൂൺ, ടീസ്പൂൺ. ഇതെല്ലാം നമ്മുടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഇത് വളരെ സിമ്മാക്കി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അടിവശം കരിയും. അതുകൊണ്ട് സിമ്മാക്കി വെച്ച് വേണം ഇത് ചെയ്യാൻ. എൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നെയ്യ് തടവി എടുത്തേക്കാണ്. നമുക്ക് സെറ്റാകാൻ വെക്കാം. ഗ്യാസ് സെറ്റാകാൻ. അപ്പം നമ്മുടെ ബർഫി തയ്യാറായിട്ടുണ്ട്. ഇത് ഈ ട്രേക്കകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇത് വെച്ച് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇത് നല്ല ഫിനിഷിങ് വേണം ഇതിന്. അപ്പം ഈന്തപ്പഴവും കപ്പലണ്ടിയും വെച്ചുള്ള ബർഫി നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂറിന് ശേഷം, തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാൻ. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് തന്നെ എടുക്കാം. ഇപ്പം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർഫി. ഇതാണ് കണ്ടോ, ഡേറ്റ്സ് പീനട്ട് ബർഫി.
ഇതുപോലെ നമുക്ക് എല്ലാം ഇളക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഈന്തപ്പഴം കപ്പലണ്ടി ബർഫി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാ. ദേട്ടൻ ഇതേലെ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. നോക്കട്ടെ. പൊന്നുമോളെ നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിച്ചോ. കപ്പലണ്ടിയുടേതും ഈന്തപ്പഴത്തിന്റെയും ആ നെയ്യും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിച്ചു പൊളിച്ചു. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.